ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെറുനാരങ്ങയുടെ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്കൊരു സ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. പകുതി പൊട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി അതൊന്ന് പൊട്ടുന്നത് വരെ കാത്തിരിക്കാം. ഉലുവയും നമ്മുടെ കടുകും കൂടി നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഞാനിവിടെ 10 ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്ത് ഇതൊന്ന് കുത്തി കൊടുക്കാം. നമ്മൾ ചെറുനാരങ്ങയിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കയ്പ്പ് ടേസ്റ്റൊക്കെ പൊട്ടിത്തെറിച്ച് പോയിക്കോളും. അപ്പോൾ കയ്പ്പ് ടേസ്റ്റ് കുറഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങയൊക്കെ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തുണി ഉപയോഗിച്ച് നമുക്കിതൊന്ന് തുടച്ചെടുക്കണം. നന്നായി തുടച്ചെടുക്കുക. ഓരോ ചെറുനാരങ്ങയും നന്നായി അങ്ങ് തുടച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി വാടുന്നവരെ ഒരു 10 മിനിറ്റ് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫാക്കി നമുക്ക് വീണ്ടും ഈ ചെറുനാരങ്ങയൊക്കെ നമുക്ക് തുടച്ചെടുക്കാം. ഇതൊക്കെ നന്നായി തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഈ പാത്രത്തിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ പാത്രം അവിടെ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ കട്ടക്കായാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കട്ടക്കായ ഒന്ന് ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കടുകും ഉലുവയും ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അതേ പാത്രത്തിൽ തന്നെ നമ്മളൊരു 100 മില്ലി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങിയാൽ നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തുണ്ട് വെളുത്തുള്ളി 2ആയി കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം അതൊന്ന് റോസ്റ്റായി വരട്ടെ. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 2 പച്ചമുളകും 3 കാന്താരിയും ഇതിലേക്കിട്ട് ഇതിനെല്ലാം കൂടി നന്നായി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായി റോസ്റ്റായി വരട്ടെ. ഇത് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയിരിക്കണം, അല്ലെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് ഇത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറുനാരങ്ങ ആ വെള്ളത്തോടു കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഈ ചെറുനാരങ്ങയിലൊക്കെ എല്ലാ സ്ഥലത്തും നമ്മുടെ മുളക് പൊടിയൊക്കെ എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ പ്രിസർവേറ്റീവായ 3 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക.
വിനാഗിരിയും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങയൊക്കെ മൊത്തമായിട്ട് എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്താം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള കായം ഇട്ട് കൊടുക്കുക. കായവും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണെന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നല്ല അടച്ചുറപ്പുള്ളൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇട്ട് കൊടുക്കുക. നന്നായി കഴുകി ഉണക്കിയ ബോട്ടിലെടുക്കുക. ഇനി അതിലിട്ട് ഇതിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.